ഇപ്പൊ ഇദ്ദേഹം നിങ്ങൾ ഈ വീഡിയോയിൽ ചിത്രീകരിച്ച ഈ ആരോപണം നേരിട്ട വ്യക്തി ജീവനൊടുക്കിയുള്ള വിവരമാണ് വരുന്നത്. ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഇതിന്റെ റിയാക്ഷനും ഇതിന്റെ റെസ്പോൺസ് ഒക്കെ കണ്ടിട്ട് തോന്നുന്നതേ ഇയാളേക്കാൾ ഭയങ്കര കൗൺസിലിംഗ് കൊടുക്കേണ്ടത് നമ്മുടെ സൊസൈറ്റിക്കാണ്. അങ്ങനെ സോഷ്യൽ മീഡിയ അറ്റൻഷന് വേണ്ടിയുള്ള ചില സ്ത്രീകളുടെ ബസ്സിൽ കയറിയുള്ള വീഡിയോ പിടുത്തത്തിന് പുതിയൊരു ഇര കൂടി ഉണ്ടായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ആരാണ് ആ ഇര, എന്താണ് സംഭവം എന്നുള്ളത് ഇതിനോടകം എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. കാരണം അത്രയും ഇതിനോടകം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ മെയിൻസ്ട്രീം മാധ്യമങ്ങൾ അടക്കം ചർച്ച നടത്തി കഴിഞ്ഞു എന്നുള്ളതാണ്. സംഭവം മറ്റൊന്നുമല്ല, ബസ്സിൽ വെച്ച് തനിക്കുണ്ടായ ഒരു മോശം അനുഭവം എന്നുള്ള രീതിയിൽ കഴിഞ്ഞ ദിവസം ഒരു യുവതി സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ബസ്സിൽ വെച്ച് തന്നെ ആ തിരക്കിനിടയിൽ ചിത്രീകരിച്ച ഒരു വീഡിയോ ആയിരുന്നു അത്. ആ വീഡിയോയിൽ തന്റെ മുന്നിൽ നിൽക്കുന്ന വ്യക്തി മനഃപൂർവ്വം തന്റെ സ്വകാര്യ ഭാഗത്ത് സ്പർശിക്കുന്നെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ആ യുവതി ആ വീഡിയോയിൽ പങ്കുവച്ചത്. ആ വീഡിയോ ആണെങ്കിൽ നിമിഷ നേരം കൊണ്ട് വൈറലാവുകയും ചെയ്തു. ഞാൻ വേണമെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. കണ്ടല്ലോ, ഇതാണ് ആ വീഡിയോ. ഈ വീഡിയോയിൽ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയാണ് തന്റെ സ്വകാര്യ ഭാഗത്ത് സ്പർശിച്ചു എന്ന് യുവതി പറയുന്നത്. ഈ ക്ലിപ്പിൽ തന്നെ വ്യക്തമാണ് അയാൾ മുന്നിൽ എങ്ങോട്ടോ നോക്കി നിൽക്കുകയാണ്. ഇവള് വീഡിയോ എടുക്കുന്നത് ഇയാൾ ശ്രദ്ധിക്കുന്നും കൂടിയില്ല. പിന്നെ ഇടയ്ക്കെപ്പോഴും ഇയാളുടെ കൈ ഇവളുടെ ദേഹത്ത് തട്ടുന്നുണ്ട്. അന്നേരം ഇയാൾ എന്താ ചെയ്തത്, മുന്നോട്ട് നീങ്ങി നിൽക്കുകയാണ് ചെയ്തത്. അത് നമുക്ക് ഈ വീഡിയോ ക്ലിപ്പ് കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഈ കാണിച്ച വീഡിയോ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും കാണാൻ പറ്റത്തില്ല. ഈ വീഡിയോ ക്ലിപ്പ് വെച്ച് ഇയാൾ ഷിംജിതയോട് മോശമായി പെരുമാറിയെന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റത്തില്ല. എന്തെങ്കിലും അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, എന്ത് ഇന്റൻഷൻസ് പുറത്ത് അവരൊക്കെ ഈ വീഡിയോ ചിത്രീകരിക്കുന്നത്? എനിക്കത് അത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. ഇതിനൊക്കെ പക്ക വിളിക്കേണ്ട എന്താണെന്നറിയോ, മുതലെടുപ്പ് എന്നാണ്. ഇത് സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ ബസ്സിലും ട്രെയിനിലൊക്കെ വെച്ച് സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന ലൈംഗിക അതിക്രമങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് നമ്മൾ ഒരുപാട് റിയാക്ഷൻ ബ്ലോഗേഴ്സ് വീഡിയോസ് ചെയ്യാറുണ്ടായിരുന്നു. നമ്മൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എത്ര വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അല്ലേ? മാത്രമല്ല ഇങ്ങനത്തെ സ്ഥലത്ത് വെച്ച് മോശം അനുഭവങ്ങൾ പങ്കുവെക്കുന്ന പല യുവതികളെയും നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇനിയും ഇതുപോലെ എന്തെങ്കിലും അനുഭവം ഉണ്ടായി കഴിഞ്ഞാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ഒരുപാട് സംസാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ട് കുറെ പെണ്ണുങ്ങൾ എന്ത് വിചാരിച്ചു, ഇതങ്ങ് മുതലെടുക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഇവർ ചെയ്യുന്ന പരിപാടി എന്താണ്, ക്യാമറ തൂക്കി പിടിച്ച് നേരെ ബസ്സിലേക്ക് കയറും. എന്നിട്ട് ആരെങ്കിലും ഇവരുടെ ദേഹത്ത് സ്പർശിക്കുന്നുണ്ടോ എന്ന് നോക്കി നടക്കും. അങ്ങനെ സ്പർശിക്കുന്ന പക്ഷം അപ്പൊ ഇവര് വീഡിയോ പിടിച്ച് അങ്ങ് സോഷ്യൽ മീഡിയയിൽ ഇട്ടു. എന്നിട്ട് അവർ എന്നോട് ഇങ്ങനെ പെരുമാറി അങ്ങനെ പെരുമാറി അങ്ങ് പറഞ്ഞു വരുത്തും. അതിനൊത്തം ഉദാഹരണമായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല, അപ്സാക്കിയ രജി എന്ന് പറയുന്ന പെൺകുട്ടി. അവൾ ഇതേമാതിരി സോഷ്യൽ മീഡിയ അറ്റൻഷന് വേണ്ടി അടുത്തിരിക്കുന്ന ഒരു വയസ്സൻ തന്റെ ദേഹത്ത് തൊട്ടുരുമുന്നു എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ പിടിച്ച് സോഷ്യൽ മീഡിയയിൽ ഇട്ടതായിരുന്നു. പക്ഷേ പാളി പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ, എല്ലാവരും കൂടി പിടിച്ചവളങ്ങ് ഊക്കി വിട്ട്. അതിന് പിന്നാലെയാണ് ഷിംജിത എന്ന് പറയുന്ന മറ്റൊരു യുവതിയും ഇതേ പരിപാടിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. പക്ഷെ അപ്സാക്കിയ രജിയെ സംബന്ധിച്ചിടത്തോളം അവൾ ഇതേമാതിരി വീഡിയോ പിടിച്ച് സോഷ്യൽ മീഡിയയിൽ ഇട്ട സമയത്ത് അപ്പുറത്തുള്ള വ്യക്തിയുടെ മുഖം ബ്ലർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പുറത്തുള്ള ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തെ അത് പ്രത്യേകിച്ച് ബാധിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഇവിടെ ഷിംജിത ഇതേമാതിരി വീഡിയോ പിടിച്ചിട്ട സമയത്ത് അവൾ ചെയ്ത പരിപാടി എന്താണ്, ഫേസ് ഒന്നും ബ്ലർ ആക്കാതെ കിട്ടും. അപ്പൊ സ്വാഭാവികമായിട്ടും അപ്പുറത്തുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. അതോടെ എന്ത് സംഭവിച്ച് അയാൾ അങ്ങ് കയറി തൂങ്ങി ജീവിതം അവസാനിപ്പിച്ച്. എങ്ങനെ ഇരിക്കുന്നു സോഷ്യൽ മീഡിയ അറ്റൻഷന് വേണ്ടിയുള്ള ഒരു പെൺകുട്ടിയുടെ തെമ്മാടിത്തരം കാരണം ഇവിടെ നഷ്ടപ്പെട്ടത് ഒരാളുടെ ജീവിതമാണ്. ഇതിപ്പോ രണ്ടാമത്തെ വേദിയാണ് സോഷ്യൽ മീഡിയ അറ്റൻഷന് വേണ്ടി വീഡിയോ പിടുത്തവുമായി ഇറങ്ങിയിരിക്കുന്നത്. ഇത് കാരണം ഇനി സമൂഹത്തിൽ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാണെങ്കിൽ നാളെ ഇനി റിയൽ ആയിട്ടൊരു പെൺകുട്ടിക്ക് ഒരു ബസ്സിൽ വെച്ചോ ട്രെയിനിൽ വെച്ചോ ഒരു മോശം അനുഭവം ഉണ്ടായി കഴിഞ്ഞാണെങ്കിൽ അവൾ ആ അനുഭവം മറ്റുള്ളവരോട് തുറന്നു പറയുന്ന പക്ഷം ആരും അത് വിശ്വസിക്കാതെയാകും. അവള് ചുമ്മാ വൈരാഗ്യത്തിന് പുറത്ത് ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നതാണ്, അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ വലിയ ആളാവാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നുണ്ടെങ്കിൽ ആളുകൾ ഇങ്ങനെ ഓരോന്ന് ചിന്തിക്കാൻ തുടങ്ങും. അതോടെ റിയൽ ആയിട്ട് പെൺകുട്ടിക്ക് ബസ്സിൽ വെച്ചോ ട്രെയിനിൽ വെച്ചോ ഒരു മോശം അനുഭവം ഉണ്ടായാൽ പോലും ആരും വിശ്വസിക്കാത്ത അവസ്ഥ വരും. ജനങ്ങൾ ഈ പറയുന്ന അപ്സാക്കിയ രജിയും ഷിംജിതയുമായി മറ്റുള്ള പെൺകുട്ടികളെ കൂട്ടിക്കെട്ടാൻ തുടങ്ങും. ഇത് കാരണം സംഭവിക്കാൻ പോകുന്ന മറ്റൊരു ദൂഷ്യവശം എന്താണെന്ന് വെച്ചാണെങ്കിൽ ബസ്സിൽ കയറി തോന്നിയവശം കാണിക്കുന്ന പല ഞരമ്പ് രോഗികൾക്കും അതൊരു വെച്ച നിലയായിട്ട് മാറും. ഇപ്പോഴും ബസ്സിലും ട്രെയിനിലും ഒക്കെ കയറി പെൺകുട്ടികളോട് മോശമായി പെരുമാറുന്ന എത്രയോ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരിപ്പോഴും ഇതേ പരിപാടി തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പൊ പറയാനൊരു കാരണമായി. ഇനി അവരെന്തെങ്കിലും കാരണവശാൽ അവരുടെ ഞരമ്പ് രോഗം കാണിച്ച് പിടിക്കപ്പെട്ട് കഴിഞ്ഞാണെങ്കിൽ അവർക്ക് ഇനി എന്ത് പറയാം, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഇവള് വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നതാണ്, അല്ലെങ്കിൽ ഇവിടെ ആണുങ്ങൾക്ക് ഒരു വിലയും ഇല്ലല്ലോ, ഒരു പെണ്ണ് പറഞ്ഞാണെങ്കിൽ എല്ലാവരും അതിന് പിന്നാലെ ആണല്ലോ എന്നുള്ള രീതിയിൽ അയാൾക്ക് പറയാൻ പറ്റും. അതോടെ ജനം മുഴുവനും ഇനി അയാളുടെ ഭാഗത്ത് നിൽക്കുന്ന അവസ്ഥ വരും. ഇതിനൊക്കെ വഴി വെച്ച് കൊടുത്തത് ആരാണ്, ഈ പറയുന്ന അപ്സാക്കിയ രജിയും ഷിംജിതയും ഒക്കെയാണ്. അതാണ് ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് തൊട്ടാ പൊളുന്ന ഒരു സാധനമാണ്. ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് ഒന്നോ രണ്ടോ
വ്യക്തികൾ ചെയ്യുന്ന ചില പ്രവൃത്തികൾ മാത്രം മതി അത് മൊത്തം സമൂഹത്തെ ബാധിക്കാൻ. കാരണം ഇന്നത്തെ കാലത്ത് അത്രയും ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു മീഡിയമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അതിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും നമ്മുടെ സമൂഹത്തെ കൃത്യമായി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇന്നത്തെ കാലത്ത് സമൂഹം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത് വരെ ഇവിടുത്തെ സോഷ്യൽ മീഡിയ ആണ്. സോഷ്യൽ മീഡിയ കാലമാണ് സമൂഹത്തിൽ ഓരോ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് കണ്ട് കൈകാര്യം ചെയ്യണം. ഐ റിപ്പീറ്റ് അഗൈൻ, ചിലപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന ഒന്നോ രണ്ടോ പ്രവൃത്തികൾ മതി ഒരു സമൂഹത്തെ മൊത്തം ബാധിക്കാൻ. എന്തായാലും ഈ സിംജിത എന്ന് പറഞ്ഞ യുവതി ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടതിന് പിന്നാലെ ബാധിക്കപ്പെട്ട വ്യക്തി കയറി ആത്മഹത്യ ചെയ്തു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പേ ഇവൾ ഇതിന് എക്സ്പ്ലനേഷൻ എന്നുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ബസ്സിൽ വെച്ച് ഇവൾ എടുത്ത വീഡിയോ കൂടാതെ തന്നെ ഇവളുടെ എക്സ്പ്ലനേഷൻ വീഡിയോ കൂടി ആയതോടെയാണ് അയാൾ കയറി അങ്ങ് ജീവിതം അവസാനിപ്പിച്ചതെന്നുള്ളതാണ്. എന്തായാലും ഇവളുടെ എക്സ്പ്ലനേഷൻ വീഡിയോ കണ്ടോക്കാം. പിന്നെ ഇതൊരു വ്യൂസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ, ഒരു ഗുരുതരമായിട്ടുള്ള മാനസിക സാമൂഹിക പ്രശ്നത്തിൻ്റെ വിശദീകരണമാണ്. ഇന്നലെ ഞാനൊരു പബ്ലിക് ബസ്സിൽ നിന്നുള്ളൊരു വീഡിയോ ഷെയർ ചെയ്ത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മനഃപൂർവ്വം എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ. അതൊരു ആക്സിഡൻ്റ് അല്ല, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അല്ല. ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂവും സെക്ഷൽ ബൗണ്ടറി വയലേഷനുമാണ്. എന്ത് സെക്ഷൽ ബൗണ്ടറി വയലേഷൻ എന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? ഈ തിരക്കേറിയ ബസ്സിൽ അയാൾ നിങ്ങളുടെ അടുത്ത് വന്ന് നിന്നതാണ് നിങ്ങൾ ഈ പറഞ്ഞ സെക്ഷൽ ബൗണ്ടറി വയലേഷൻ? അല്ല, അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. തിരക്കേറിയ ബസ്സിൽ ഒരു പെണ്ണ് നിൽക്കുന്നുണ്ടെന്ന് വിചാരിച്ച് അയാൾ നിങ്ങളുമായി 100 മീറ്റർ അകലം പാലിച്ച് നിൽക്കുക. എന്തേ? നിങ്ങൾക്ക് മാത്രം ബസ്സിൽ നിന്ന് യാത്ര ചെയ്താൽ മതിയോ? ബാക്കി ആർക്കും ചെയ്യണ്ടേ? സെക്ഷൽ ബൗണ്ടറി വയലേഷൻ ആണ് പോലും. തിരക്കേറിയ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് കൈയും കാലും ഒക്കെ അനക്കുന്ന സമയത്ത് ദേഹത്ത് തട്ടിയെന്ന് വരും. അതിനൊക്കെ സെക്ഷൽ ബൗണ്ടറി വയലേഷൻ ഒന്നും പറഞ്ഞ് ഇമാതിരി വർത്താനൊക്കെ പറയാൻ വന്ന എന്താ ഞാനിതിനൊക്കെ പറയാം. എന്തായാലും പെങ്ങൾ ഇത്രയും പറഞ്ഞ് സ്ഥിതിക്ക് ഇനി തൊട്ടൊരു കാര്യം ചെയ്യാം. ബസ്സിന് നടക്ക് നമുക്കൊരു ബോർഡർ വെക്കാം. ആ ബോർഡറിന് മുന്നിൽ പെണ്ണുങ്ങൾ കയറട്ടെ, ആ ബോർഡറിന്റെ ബാക്കിൽ ആണുങ്ങൾ കയറട്ടെ. അതാവുമ്പോൾ ഇരു കൂട്ടർക്കും പ്രശ്നം ഇല്ലാണ്ടാവും. പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ആണുങ്ങൾ കയറി ഞങ്ങളുടെ ശരീരത്തിൽ തൊട്ടുരുമുന്നേ എന്ന് പറയുന്നവരുടെ പരാതി ഇല്ലാതാവും. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം വെറുതെ പെണ്ണുങ്ങൾ ഞങ്ങളുടെ വീഡിയോ പിടിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത് എന്ന പരാതിയും ഒഴിവാക്കി കിട്ടും. ഇരു കൂട്ടർക്കും വലിയ ബുദ്ധിമുട്ടിലാണ് യാത്ര ചെയ്യുകയും ചെയ്യാം. ഇനി അങ്ങോട്ട് ഇങ്ങനത്തെ പരിഷ്കാരങ്ങളൊക്കെ നടപ്പാക്കേണ്ടി വരും. ആ ലെവലിലേക്കാണ് കാര്യങ്ങളുടെ പോക്കെ. അതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ അതിന്റെ ഇടയ്ക്ക് എന്തോ പറഞ്ഞല്ലോ, ഒരാൾ മനഃപൂർവ്വം എന്നെ സ്പർശിക്കുന്ന ഒരു വീഡിയോ ഞാൻ പങ്കുവെച്ചു എന്നൊക്കെ. അയാൾ എവിടെയാണ് നിങ്ങളെ മനഃപൂർവ്വം സ്പർശിച്ചത്? വീഡിയോ കണ്ടത് വെച്ച് വിലയിരുത്തുകയാണെങ്കിൽ അയാൾ എവിടെയും നിങ്ങളെ മനഃപൂർവ്വം സ്പർശിച്ചിട്ടില്ല. നിങ്ങളുടെ ദേഹത്ത് അയാൾ തട്ടിയിട്ടുണ്ട്, അത് ശരിയാണ്. അങ്ങനെ തട്ടിയ പക്ഷം അയാൾ മുന്നോട്ട് കയറി നിൽക്കുന്നുമുണ്ട്. അല്ലാതെ അയാൾ അവിടെ മനഃപൂർവ്വം സ്പർശിക്കുന്നതായി നമുക്ക് എവിടെയും കാണാൻ സാധിക്കില്ല. ഇനി അയാൾ മനഃപൂർവ്വം സ്പർശിച്ചു എന്ന് വെക്കട്ടെ, നിങ്ങളുടെ സ്വകാര്യ ഭാഗത്ത് മനഃപൂർവ്വം അയാൾ തൊട്ട് തലോടി എന്ന് വെക്കട്ടെ. അങ്ങനെ ചെയ്യുമ്പോഴേക്കും അങ്ങ് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അതിനു മുമ്പ് നിങ്ങൾക്ക് എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട്? നിങ്ങൾക്ക് ചുറ്റുമുള്ളവരുടെ സഹായം തേടാം. അതിന് നിങ്ങൾ ഈ വീഡിയോ എടുക്കുന്നതിന് പകുതി ധൈര്യം പോലും വേണ്ട. ഇനി അതിന് പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് കണ്ടക്ടറോട് കാര്യം പറയാം. കണ്ടക്ടർ വേണ്ട പോലെ നടപടി എടുത്തോളൂ. ഇനി കണ്ടക്ടറും സഹകരിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം? ആ സ്ഥലത്ത് നിന്ന് മാറി നിൽക്കാം, പിന്നോട്ട് വരിഞ്ഞു നിൽക്കാം. ഇനി നിങ്ങൾക്ക് അതിനും താല്പര്യമില്ല എങ്കിൽ ആ സ്പോട്ടിൽ വെച്ച് അയാളോട് നിങ്ങൾക്ക് പൊട്ടിത്തെറിച്ച് സംസാരിക്കാം, അയാളോട് പ്രതികരണം നടത്താം. അങ്ങനെ പ്രതികരിക്കുന്ന പക്ഷം അയാൾ തെറ്റുകാരനാണ് എങ്കിൽ അയാൾ അവിടെ മിണ്ടാതിരിക്കും. അയാൾക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥ വരും. അങ്ങനെ പല പെൺകുട്ടികളും പ്രതികരിക്കുന്ന എത്രയോ വീഡിയോകൾ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ? നിങ്ങൾക്ക് അങ്ങനെ എത്രയോ ഓപ്ഷൻസ് അവിടെ ഉണ്ട്. ഇവിടെ ചിംജിതയെ സംബന്ധിച്ചിടത്തോളം അയാൾ ദേഹത്തെ തട്ടിയതേ ഉള്ളൂ. അയാൾ മനഃപൂർവ്വം തട്ടിയതാണോ അറിയാതെ തട്ടിയതാണോ എന്നുള്ള കാര്യം ഉറപ്പില്ല. ആ ഉറപ്പില്ലാതെയാണെങ്കിൽ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത്. അത് കാരണം ഇപ്പൊ എന്തായി? ഒരാളുടെ ജീവിതം അങ്ങ് ബലിയാടായി. ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരിക്കലും അതിന്റെ ഫസ്റ്റ് ഓപ്ഷനായി നമ്മൾ സോഷ്യൽ മീഡിയ ചൂസ് ചെയ്യരുത്. നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും അപ്പൊ തന്നെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കല്ല വേണ്ടത്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടാകുമ്പോഴും ലാസ്റ്റ് ഓപ്ഷൻ ആയിട്ടാണ് അതിനെ ചൂസ് ചെയ്യേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, പ്രതിസന്ധികൾ ഉണ്ടാകുന്ന സമയത്ത് അതിന്റെ പ്രോപ്പർ വേയിൽ അത് ഡീൽ ചെയ്യുക. നിയമപരമായി അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക. എന്നിട്ടും നമുക്ക് നീതി ലഭിക്കാത്ത ഒരു അവസ്ഥ വരികയാണെങ്കിൽ, നമ്മൾ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ വരികയാണെങ്കിൽ അന്നേരമാണ് നമ്മൾ സോഷ്യൽ മീഡിയ ചൂസ് ചെയ്യേണ്ടത്. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത സമയത്താണ് നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് വിഷയം അഡ്രസ് ചെയ്യപ്പെടേണ്ടത്. അല്ലാതെ ജീവിതത്തിൽ ഒരു പ്രശ്നം തുടങ്ങുമ്പോഴേക്കും അങ്ങോട്ട് ക്യാമറ ഓൺ ആക്കി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കല്ല വേണ്ടത്. അങ്ങനെ പ്രചരിപ്പിക്കുന്നതാണ് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ ഈ ഫാമിലി വ്ലോഗേഴ്സിനെ എടുത്ത് റിയാക്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും പറഞ്ഞ ഒരു കാര്യമാണ്, ഒരിക്കലും സോഷ്യൽ മീഡിയ അല്ല നമ്മുടെ ജീവിതത്തിലെ പ്രശ്ന പരിഹാര കോടതി എന്ന് പറയുന്നത്. അത് നമ്മുടെ പ്രശ്നങ്ങൾ കൂടുതൽ ജനങ്ങൾ അറിയേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ അത് അറിയിക്കാനുള്ള ഒരു മാധ്യമം മാത്രമാണ്. അതുകൂടാതെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് ഒരു സംഭവം എടുത്തിടുന്ന സമയത്ത് അവിടെ ആൾക്കൂട്ട വിചാരണക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു വ്യക്തിക്കെതിരെ സോഷ്യൽ മീഡിയയിലേക്ക് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ വീഡിയോ വൈറലാകുന്ന പക്ഷം ആ വ്യക്തിയെ സോഷ്യൽ മീഡിയ വലിച്ചു കീറും. അതുകൊണ്ട് നോക്കി കണ്ടും വേണം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു സംഭവം പോസ്റ്റ് ചെയ്യാൻ. എന്തായാലും സിംജിത പറയുന്ന പോലെ അയാൾക്ക് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂ ഒന്നും ഇല്ലാന്ന് ഇപ്പൊ സിംജിതക്ക് മനസ്സിലായി കാണുമല്ലോ, പ്രത്യേകിച്ച് അയാൾ ആത്മഹത്യ ചെയ്തതിന് ശേഷം. കാരണം അയാൾ ചിന്തിത പറയുന്ന പോലെ മേജർ സൈക്കോളജി ഇഷ്യൂ ഉള്ള ആളാണെങ്കിൽ അല്ലെങ്കിൽ ഞരമ്പ് രോഗിയാണെങ്കിൽ അയാൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യത്തില്ലല്ലോ. അയാളെ സംബന്ധിച്ചിടത്തോളം ഇത് തൂറ്റിപ്പോയി, ഇനി അടുത്ത ബസ് നോക്കാന്ന് പറഞ്ഞ അയാൾ അടുത്ത ബസ് കയറി പോകും. എന്നിട്ട് അടുത്ത പെണ്ണിനെ ഇതേപോലെ മോശമായി പെരുമാറാൻ നോക്കും, സവാദിനെയൊക്കെ പോലെ. പക്ഷെ ഇയാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ലല്ലോ, ഇയാൾ ജീവിതം അങ്ങ് അവസാനിപ്പിച്ചു. ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ മനന്നൊന്ന് ആത്മഹത്യ ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാളുടെ ആത്മാഭിമാനത്തിൽ കോട്ടം തട്ടുന്ന എന്തെങ്കിലും അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കണം അല്ലേ? ഇവിടെ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്ക് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ടും താൻ ചെയ്യാത്ത
തെറ്റിന്റെ പേരിൽ സമൂഹം തന്നെ ക്രൂശിക്കുന്നുണ്ട് എന്ന് ചിന്തിച്ചതുകൊണ്ടുമാണല്ലോ ഇയാൾ ജീവിതം അങ്ങ് അവസാനിപ്പിച്ചത്. ഇതിനപ്പുറത്തേക്ക് ഷിംജിത പറഞ്ഞ പോലെ ഇയാൾ ഞരമ്പ് രോഗിയല്ല എന്ന് തെളിയിക്കാൻ വേറെ എന്തെങ്കിലും പ്രൂഫ് ഷിംജിതക്ക് വേണോ? ഇപ്പൊ ഷിംജിതക്ക് സമാധാനമായി കാണല്ലോ. അത്രയേ ഉള്ളൂ. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. അതായത് കൺസെന്റ് ഇല്ലാതെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ തൊടാൻ ആർക്കാ അവകാശമുള്ളത്? ശരി, ബസ്സിൽ ഇങ്ങനെ ഞെക്കി നെരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് നിങ്ങളോട് കൺസെന്റ് ചോദിക്കാൻ, ചേച്ചി ഞാൻ ഇവിടെ നിന്ന് നിന്നോട്ടെ എന്ന്. ഇവർ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്തൊക്കെ കേൾക്കണം റബ്ബേ. ഇതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള പരിപാടി ചെയ്യണതാണ് നല്ലത്. ബസ്സിന് നടുവിൽ ഒരു ബോർഡർ ഉണ്ടാക്കിക്കോളി. അതാകുമ്പോ ഇവറ്റകളുടെ ഈ കഴപ്പങ്ങ് തീർന്നിട്ടല്ലോ. ഇവര് പറഞ്ഞത് ശരിയാണ് കേട്ടോ. നമ്മൾ ഒരാളുടെ ദേഹത്തെ സ്പർശിക്കുന്ന സമയത്ത് അവരുടെ കൺസെന്റ് എടുക്കണം. പക്ഷെ എല്ലാ സ്ഥലത്തും അത് അപ്ലിക്കബിൾ ആവണമെന്നുണ്ടോ? നമ്മൾ തിക്കി തിരിഞ്ഞൊരു ബസ്സിൽ പോകുന്ന സമയത്ത് കൺസെന്റ് എടുത്തൊന്നും ദേഹത്ത് തൊടാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പം കൈയൊക്കെ ഒന്ന് പൊക്കുമ്പോഴോ താത്തുമ്പോഴൊക്കെ ദേഹത്ത് തട്ടിന്ന് വരും. അവിടെയൊക്കെ വന്ന് കവലപ്രസംഗം നടത്താന്ന് പറഞ്ഞ എന്താ ഞാനിതിനൊക്കെ പറയാം. ഈ ബസ്സിൽ തിക്കി ഞെരുങ്ങി പോകുന്ന വീഡിയോ എടുത്ത് വെച്ചാണ് ഇമാതിരി കൺസെന്റിന്റെ ഡയലോഗ് അടിക്കണമെന്ന് നോക്കണം. സിറ്റുവേഷൻ അനുസരിച്ച് സംസാരിക്കാൻ പഠിക്കും പെണ്ണെ. പിന്നെ ഇത്തരം സ്ഥലങ്ങളിൽ മനഃപൂർവ്വം പെണ്ണുങ്ങളുടെ ദേഹത്തെ സ്പർശിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ അവരെ ന്യായീകരിക്കല്ലേ കേട്ടോ. ഇനി ആരെങ്ങനെ വിചാരിക്കേണ്ട. അല്ലാതെ അറിയാതെ ഇങ്ങനെ തട്ടിപ്പോകുന്ന ആൾക്കാരെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെയൊക്കെ തട്ടുന്ന സമയത്ത് കൺസെന്റ് ഇല്ലാതെ തട്ടിയെന്നും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നതിനോടൊക്കെ എന്താ പറയാ. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. ശരിക്കും ഇത് കാണിക്കുന്നത് എന്താണെന്നറിയോ? അയാൾക്ക് അയാളുടെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനുള്ള ശേഷിയില്ല. മറ്റുള്ള മനുഷ്യന്മാരോടുള്ള എമ്പതി ഇല്ല. എന്ത് എമ്പതി ഇല്ല എന്നാ നിങ്ങൾ ഈ പറയുന്നത്? ഇങ്ങനെ അയാൾക്ക് ഇമ്പൾസ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, എമ്പതി ഇല്ല എന്നൊക്കെ പറയാൻ മാത്രം ഇവിടെ എന്താ സംഭവിച്ചത്? എല്ലാം അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. ഇവിടെ ഷിംജിതയെ സംബന്ധിച്ചിടത്തോളം അയാൾ മനഃപൂർവ്വമാണ് ദേഹത്ത് തട്ടിയത്. അത് അറിയാതെ തട്ടിപ്പോയതാണ് എന്നൊന്നും ഉറപ്പുള്ള കാര്യമല്ല. അയാൾ ബസ്സിലൊന്ന് നിൽക്കുന്ന സമയത്ത് ദേഹത്തൊന്ന് തട്ടിപ്പോയി. അപ്പോഴേക്കും അവളെ ഉറപ്പിച്ച് മനഃപൂർവ്വം തട്ടിയതാണെന്ന്. ഇനി അതുകൂടാതെ അവളുടെ കുറെ ചാർത്തി കൊടുക്കലുകളും. അയാൾക്ക് ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനുള്ള കഴിവില്ല, അയാൾക്ക് എമ്പതി ഇല്ല. ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂ ആണ്, സെക്ഷൽ ബോർഡർ വയലേഷൻ ആണ്. എന്തൊക്കെയാണ് ഈ പറഞ്ഞുണ്ടാക്കുന്നത്? വെറുതെ അയാൾ കയറി ആത്മഹത്യ ചെയ്തത്. ഒന്ന് ബസ് കയറി ദേഹത്ത് തട്ടിയപ്പോഴേക്കും എന്തൊക്കെ കേൾക്കണം റബ്ബേ. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. ഇല്ല, ഇതിനൊക്കെ അപ്പുറത്ത് ആരും എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു മറ്റേടത്തെ വിചാരമില്ലേ, അതും കൊണ്ടാണ്. എന്താണെന്ന് വെച്ചാലേ, ഞാൻ ഈ ഫസ്റ്റ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്കുള്ള ഡിസ്റ്റർബൻസ് കണ്ടിട്ട് എൻ്റെ ഫോണിൽ വീഡിയോ ഓൺ ആക്കി ഇങ്ങനെ പിടിച്ചു. അത് ശരി. ആ മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടിക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടായി എന്ന് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി? ആ പെൺകുട്ടി നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു അത് എനിക്ക് ഡിസ്റ്റർബ് ആവുന്നു എന്ന്? ഇല്ലല്ലോ. ആ പെൺകുട്ടിയുടെ മുഖം കണ്ടപ്പോഴേക്കും നിങ്ങൾ അങ്ങ് ഉറപ്പിച്ചു ആ പെൺകുട്ടിക്ക് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട് എന്ന്. അങ്ങനെ ഉറപ്പിക്കാൻ മാത്രം നിങ്ങളോട് ആരാ പറഞ്ഞു? ആ പെൺകുട്ടി നിങ്ങളോട് വന്ന് പറയുന്ന പക്ഷം നിങ്ങൾ അത് ഉറപ്പിച്ച് വീഡിയോ എടുക്കുകയാണെങ്കിൽ പിന്നെയും ഓക്കെ. ഇവിടെ ഈ കേസിൽ ഈ പെൺകുട്ടി ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അല്ലെങ്കിൽ ഇവിടെ ആരാ അല്ല അറിയാത്തോണ്ട് ചോദിക്കാം. ഒരാൾ ദേഹത്ത് വന്ന് തട്ടിയപ്പോഴേക്കും അയാൾ ഞരമ്പ് രോഗിയാണെന്ന് അനുമാനിച്ച് മുന്നിലുള്ള ഒരു പെൺകുട്ടിയുടെ മുഖം കണ്ടപ്പോഴേക്കും അവൾക്ക് എന്തൊക്കെയോ ഡിസ്കംഫർട്ട് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇവളെന്താ വല്ല സൈക്കോളജിസ്റ്റോ മറ്റോ ആണോ? എനിക്ക് തോന്നുന്നത് ഇങ്ങനെയൊക്കെ അനുമാനങ്ങൾ നടത്തിയ സ്ഥിതിക്ക് ഇവളൊരു സൈക്കോളജിസ്റ്റ് ആവാനാണ് സാധ്യത. കാരണം കുറെ എന്തോ ഇംഗ്ലീഷ് ടേംസ് ഒക്കെ പ്രസംഗിക്കുന്നുണ്ടല്ലോ. എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമുക്ക് ഇവളുടെ പ്രൊഫൈൽ ഒന്ന് വായിച്ചു നോക്കാം. ഷിംജിത, ലിവ് എ ലിറ്റിൽ, എക്സ്പ്ലോർ, നാച്ചുറൽ ലവർ, കൺസൾട്ടന്റ്, സൈക്കോളജിസ്റ്റ്. ഞാൻ പറഞ്ഞില്ലേ ആള് സൈക്കോളജിസ്റ്റ് ആണെന്ന്. എനിക്ക് അപ്പോഴേ തോന്നി ഇവളുടെ ഈ സംസാരം പെരുമാറ്റമൊക്കെ കണ്ടപ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് ആവാനാണ് സാധ്യത എന്നുള്ളത്. ഇതൊക്കെ നമ്മൾ എത്ര കണ്ടതല്ലേ. ഇങ്ങനെയാണെങ്കിൽ എനിക്കൊരു സൈക്കോളജിസ്റ്റ് ആവണം. എന്നിട്ട് വേണം എനിക്ക് ഇവിടെ ഇപ്പോൾ ആളുകളുടെ മുഖത്ത് നോക്കിയിട്ട് ഓരോരോ അനുമാനങ്ങൾ നടത്താൻ. എന്തായാലും ബാക്കി കണ്ടോക്കാം. പിടിച്ചു. ഈ വീഡിയോ ഓൺ ആക്കിയത് അയാൾ കണ്ടിട്ടുണ്ട്. അയാളത് കണ്ടുകൊണ്ടിരിക്കെ തന്നെ അയാൾ കുറച്ചു നേരം അങ്ങനെ നിന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളത് പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? വീഡിയോ എടുത്താലും എനിക്ക് പ്രശ്നമില്ല, എങ്ങനെയായാലും പ്രശ്നമില്ല, ഞാൻ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളത്. ശരി. ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാക്കും അയാൾ മുമ്പോട്ട് എങ്ങോട്ടോ നോക്കി നിൽക്കാണ്. നിങ്ങൾ വീഡിയോ എടുക്കുന്നത് അയാൾ ശ്രദ്ധിക്കുന്നൊന്നും കൂടിയില്ല. അയാൾ നാച്ചുറലി ബാക്കോട്ട് കൈ വലിക്കുന്നതാകും. പിന്നെ ബസ്സിലാണെന്ന് കരുതി പിന്നെ ഒരു പെൺകുട്ടി നിൽക്കുന്നെന്ന് കരുതി അയാൾക്ക് കൈയും കാര്യം തൊട്ട് എടുക്കാൻ പാടില്ല. അല്ല അറിയാത്തോണ്ട് ചോദിക്കുക. അയാൾ മനസ്സാവാചക ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ അയാളെ വെച്ച് വീഡിയോ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പറയുന്ന സമയത്ത് ലേശൊരു ബോധം അല്ല അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. അങ്ങനെ അങ്ങോട്ട് പറയാൻ വിടുവായിത്വം പറയുന്നത് എന്താന്നുള്ളൊരു ബോധം ഇവർക്കില്ല. അതിന്റെ ഇടയിൽ കൂടെ കുറെ സൈക്കോളജിക്കൽ ഇഷ്യൂ, സെക്ഷൽ ബോർഡർ വയലേഷൻ എന്നൊക്കെ കുറെ ഇംഗ്ലീഷ് കുത്തിക്കേറ്റല്ലോ. ഇതൊക്കെ കാണേണ്ടി വരുന്നൊരു ഗതികേട്. ബാക്കി കണ്ടോക്കെ എന്തായാലും. ഇത് കാണിക്കുന്നത് ഇയാൾ ഇതൊരു പാറ്റേൺ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ബിഹേവിയറിൽ നല്ല പ്രശ്നമുണ്ട്. ഇതൊരു മെയിലിന്റെ നോർമൽ ബിഹേവിയർ അല്ല, ഇൻസ്റ്റിങ്ക്റ്റും അല്ല, ടെംപ്റ്റേഷനും അല്ല, പിന്നെന്താ അൺകറക്റ്റഡ് ബിഹേവിയറാ. സൈക്കോളജി പറയണതേ അൺചാലഞ്ചഡ് ബിഹേവിയർ ബിക്കം റിപ്പീറ്റഡ് ബിഹേവിയേഴ്സ്. അതെന്നാണ് നിന്നോടും പറയാനുള്ളത്. ഒരു ബസ്സിൽ കയറി എന്ന് വിചാരിച്ച് ആ ബസ്സിലുള്ള ഒരാൾ നിന്റെ ദേഹത്ത് തട്ടിയെന്ന് വിചാരിച്ച് നീ വല്ല സൈക്കോളജി ഒന്നും പ്രസംഗിക്കാൻ വരില്ല മോളെ. നിന്റെ ഈ സൈക്കോളജി പ്രസംഗമൊക്കെ എന്തിനാന്നുള്ള ഇവിടെ നല്ലോണം മനസ്സിലാവുന്നുണ്ട്. ഒരാൾ ദേഹത്ത് ഒന്ന് തട്ടിയപ്പോഴേക്കും അവളത് വീഡിയോ എടുത്ത് സൈക്കോളജി ക്ലാസ് ആയിട്ട് ഇറങ്ങിക്കുവാണ്. എന്തിനാണ്? സോഷ്യൽ മീഡിയയിൽ 4 കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ 4 ഇംഗ്ലീഷ് വാക്ക് തുപ്പിക്കഴിഞ്ഞാണെങ്കിൽ കാണുന്നവർ വിചാരിക്കുമല്ലോ ഇവളെന്തോ വലിയ ബുജിയാണെന്ന്. അൺചാലഞ്ചഡ് ബിഹേവിയർ ബിക്കം റിപ്പീറ്റഡ് ബിഹേവിയർ എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് പ്രസംഗിച്ച് കഴിഞ്ഞാണെങ്കിൽ കാണുന്നവരെന്തോ വലിയ സംഭവം ആണെന്ന് വിചാരിക്കല്ലോ. ചുമ്മാ ഇരുന്ന് അങ്ങോട്ട് തള്ളന്നെ. പാവപ്പെട്ടവനെ നെഞ്ചത്താണ് ഇവളുടെ സൈക്കോളജി പരീക്ഷണം. എനിക്കാണല്ലോ വായ 4 തെറിയാണ് വരുന്നത്. ബാക്കി പറഞ്ഞാട്ട് എന്തായാലും. ബിഹേവിയേഴ്സ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഇന്നലെ ആ വീഡിയോ എടുത്ത് അയാൾക്കത് പ്രശ്നമല്ല എന്ന്
അയാൾ മനസ്സിലാക്കിയിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തത് കണ്ടിട്ട് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. എത്തില്ലോ, മാക്സിമം എത്തേണ്ടവരിലേക്കൊക്കെ എത്തിക്കണ്. അതുകൊണ്ടാണ് അയാൾ കയറി 2 കാലിൽ ജീവിതം അവസാനിപ്പിച്ചത്. എന്തായാലും സമാധാനമായല്ലോ, മാക്സിമം എത്തേണ്ടവരിലേക്കൊക്കെ എത്തിക്കണ് കേട്ടോ. ഇതുകൊണ്ടൊന്നും നീ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കേണ്ട മോളെ. നിന്റെ ഈ കാട്ടുകൂട്ടലും ഒരാളുടെ ജീവിതം വെച്ചുള്ള കളിയും ഒക്കെ ഈ സമൂഹത്തിന് മുന്നിൽ എത്തിയിട്ടുണ്ട്. ഇതിപ്പോ ഇത് കാരണം അയാൾക്ക് പകരം നിനക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇനി കുറച്ചു കാലം അധികം ഒന്നും പുറത്തിറങ്ങി നടക്കണ്ട കേട്ടോ. ഇനി അഥവാ നടക്കുകയാണെങ്കിൽ തന്നെ വല്ല മുഖം മറിച്ച് കെട്ടി നടന്നാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാണുന്നു ആരെങ്കിലും പിടിച്ചു തല്ലു. അന്നേരം വന്ന് എന്തും കഴിഞ്ഞിട്ട് ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂ ആണ്, സെക്ഷൽ ബോർഡർ വയലേഷൻ ആണെന്നും വന്ന് പ്രസംഗിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് നോക്കി കണ്ടെങ്കിൽ ഇനി നടന്നോ, പറഞ്ഞില്ലെന്ന് വേണ്ട, ബാക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൊസൈറ്റി അയാളെ ചോദ്യം ചെയ്യണം. അത് അയാളുടെ ചുറ്റുമുള്ള ആൾക്കാരും അയാളുടെ കുടുംബക്കാരും കാണണം. ഒരാൾ സ്വന്തം മനസാക്ഷിക്ക് മുമ്പിൽ അയാൾക്ക് ഒന്നും പ്രശ്നമില്ലാതെ നടക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ മാന്യത കാണിക്കുന്നത് അയാൾ ജീവിക്കുന്ന സൊസൈറ്റിക്ക് മുമ്പിലും അയാളുടെ ചുറ്റുമുള്ള കുടുംബത്തിന് മുമ്പിലുമാണ്. അപ്പോൾ ഈ കുടുംബം അത് അറിഞ്ഞു എന്നറിയുമ്പോഴും സൊസൈറ്റി അത് അറിഞ്ഞു എന്നറിയുമ്പോൾ മാത്രമാണ് ഇവർ ഈ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ പോകുന്നുള്ളൂ. അതെന്നാണ് നിന്നോടും പറയാനുള്ളത്. മനസാക്ഷിക്ക് മുന്നിൽ നീ ചെയ്തത് തെറ്റില്ല എന്നുള്ള ബോധ്യം നിനക്കുണ്ടെങ്കിൽ പിന്നെ ഉള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിന്നെ ഇവിടെ പിടിച്ചേറി കയറ്റാന്നുള്ളതാണ്. അങ്ങനെ പിടിച്ചേറി കയറ്റുന്ന പക്ഷം നിന്റെ കുടുംബക്കാരും കൂട്ടുകാരും എല്ലാവരും ഇത് കാണും. സോഷ്യൽ മീഡിയയിൽ അടക്കം എല്ലാവർക്കും നിന്റെ ഫേസ് ഫെമിലിയർ ആകും. ഇപ്പൊ തന്നെ കോടിക്കണക്കിന് ആളുകളുടെ മനസ്സിൽ നിന്റെ ഫേസ് രജിസ്റ്റർ ആയി കഴിഞ്ഞു. ഇനി നീ ഈ പരിപാടിയും കൊണ്ട് ഇറങ്ങില്ല, നിന്റെ കഴപ്പ് അങ്ങ് തീർന്നും കിട്ടി. സമാധാനമായല്ലോ, നിന്റെ ബാക്കി പറഞ്ഞാട്ടെ. അതാണ് ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്തതുകൊണ്ട് ഉദ്ദേശിച്ചത്. ആ സാധനം സൊസൈറ്റി നോർമലൈസ് ചെയ്യുന്നത് കൊണ്ട് എന്താ ഉണ്ടാവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഒരിക്കലും അത് ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല. ഇങ്ങനെയാണെങ്കിലും വിക്ടിമിനെ മാത്രം ക്രൂശിക്കാനേ ഇവിടെ ആളുകളുള്ളൂ എന്ന് പറഞ്ഞിട്ട് അയാൾ അത് ആ സാധനം റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതൊരു ചെറിയ തെറ്റല്ല, ജോക്കും അല്ല, അറ്റൻഷൻ സീക്കിങ്ങും അല്ല. ഇതൊരു മേജർ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂ ആണ്. മതി മോളെ, നിർത്ത്. വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. കുറെ നേരെ പറയുന്നത് ഇത് മേജർ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂ ആണെന്നൊക്കെ. സൈക്കോളജി പഠിച്ചു നേരിച്ച് ഇങ്ങനെ ഓവർ ആക്കല്ലേ കേട്ടോ. എല്ലാത്തിനും ഒരു പരിധി ഉണ്ട്, തട്ടി വിടല്ല അങ്ങോട്ട്. എന്തായാലും നിനക്ക് ഇതുവരെ കിട്ടാനുള്ളത് കിട്ടിയല്ലോ മോളെ. ഇനി മേലാൽ ഇമ്മതിരി കോണായിട്ട് വന്നേക്കരുത്. ഒരു ബാക്കി പറഞ്ഞാട്ടെ. സൊസൈറ്റിയും കുടുംബവും അറിഞ്ഞ് അയാളെ ബിഹേവിയർ, ഇത്തരം ആൾക്കാരുടെ ബിഹേവിയർ തിരുത്താനാണ് ശ്രമിക്കേണ്ടത്. എനിക്കിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ റിയാക്ഷനും ഇതിൻ്റെ റെസ്പോൺസൊക്കെ കണ്ടിട്ട് തോന്നുന്നതേ ഇയാളേക്കാൾ ഭയങ്കര കൗൺസിലിംഗ് കൊടുക്കേണ്ടത് നമ്മുടെ സൊസൈറ്റിക്കാണ്. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, നിങ്ങളൊരു സൊസൈറ്റി കൗൺസിലിംഗ് സെന്റർ അങ്ങ് തുടങ്ങി. നിങ്ങൾ സൈക്കോളജിസ്റ്റ് അല്ലേ, അങ്ങനെ ഒരു കൗൺസിലിംഗ് സെന്റർ അങ്ങ് തുടങ്ങി. എന്നിട്ട് ആഴ്ചയിൽ ഒരു ക്ലാസ്സും വെച്ചോ. റീച്ചിന് വേണ്ടി വീഡിയോ എടുക്കുന്ന സ്ത്രീകളെ ക്രൂശിക്കുന്ന സമൂഹം എന്നുള്ള ഒരു ടൈറ്റിൽ ഒരു കൗൺസിലിംഗ് അങ്ങ് കൊടുക്കുക. അതായിരിക്കും നന്നാവാ. അല്ലാണ്ട് എന്താ ഇതിനൊക്കെ പറയാം. കൗൺസിലിംഗ് കൊടുക്കേണ്ടത് അയാൾക്കല്ല, സമൂഹത്തിനാണ് പോലും. ഇതൊരുമാതിരി തെറ്റ് ചെയ്ത് സമൂഹം ക്രൂശിക്കുന്ന സമയത്ത് എനിക്കല്ല പ്രശ്നം, സമൂഹത്തിനാണ് പ്രശ്നം എന്ന് പറഞ്ഞ മാതിരിയായി പോയി. ഞാൻ ടോപ്പ്, എന്റെ ചുറ്റുള്ളവരെല്ലാം മോശക്കാർ. അതാണ് ഇപ്പൊ പുള്ളിക്കാരുടെ ചിന്താഗതി. എന്തായാലും ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അയാളെങ്കിൽ ജീവൻ ഒടുക്കി. അതിനുശേഷം ഇപ്പോൾ ഒരു മാധ്യമത്തിൽ വന്ന് സംസാരിക്കുന്നുണ്ട്. എന്റെ മോൻ അത് കേട്ടിട്ട് എനിക്ക് ഇവിടെ ഒന്ന് 2 കൊടുക്കാനാ തോന്നിപ്പോയത്. എന്തായാലും കേട്ടോക്കാം. അത് ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ഞാൻ മാറി നിന്നു. പിന്നെയും അയാളത് ചെയ്തു. ഇങ്ങനെ ആ വീഡിയോയിൽ ഇങ്ങനെ നോക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോ അപ്പൊ തന്നെ ഞാൻ എന്താ ചേട്ടാ ഉദ്ദേശം എന്ന് ചോദിച്ചു. അപ്പോഴേക്ക് അയാൾ ഇറങ്ങി ഓടി എന്ന് പറയാൻ പറ്റില്ല, സ്പീഡിൽ അങ്ങ് നടന്നു. അപ്പൊ എന്റെ പുറകിലുണ്ടായിരുന്ന വേറെ ചേട്ടൻ ചോദിച്ചു എന്താ സംഭവം എന്താണെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു കുറെ നേരമായിട്ട് അയാൾ ഇങ്ങനെ എന്തോ ഒരു ചെയ്തുകൊണ്ടിരിക്കുക. അത് കണ്ടപ്പോഴാണ് ഞാൻ വീഡിയോ ഓണാക്കിയത്. എന്നെ തൊട്ട സമയത്ത് ഞാൻ ചോദിച്ചു എന്ന് പറഞ്ഞു. ഓക്കെ, ബസ് സ്റ്റാൻഡിൽ എത്തിയതിനു ശേഷം ഇവളും അയാളും ബസ്സിൽ നിന്നും ഇറങ്ങിയതിനു ശേഷമുള്ള കാര്യമാണ് ഇവള് പറയുന്നത്. ഇവള് ബസ്സിൽ നിന്ന് കയറി പകുതിക്ക് വെച്ച് വീഡിയോ എടുക്കാൻ തുടങ്ങിയതാണ്. ബസ്സിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ആ വീഡിയോ പിടുത്തം തുടർന്നു എന്നുള്ളതാണ്. വീഡിയോ പിടിച്ചോണ്ട് ഇങ്ങനെ അയാൾ പിന്നാലെ നടന്നു. സ്വാഭാവികമായിട്ടും അങ്ങനെ വരുന്ന സമയത്ത് അയാൾ എന്താക്കി സ്പീഡ് അങ്ങ് നടന്നു. അതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അതിപ്പോ അയാൾ ആരായാലും അങ്ങനെ തന്നെയല്ലേ. നമ്മളെ പിന്നിൽ ഒരാളെ വീഡിയോ എടുത്ത് നമ്മൾ പിന്തുടരുന്നത് കണ്ടു കഴിഞ്ഞാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ സിറ്റുവേഷനിൽ ഒഴിഞ്ഞു മാറാൻ നോക്കും അല്ലേ. അത് അയാൾ ഇവിടെ ചെയ്തിട്ടുള്ളൂ. അതിനാണ് അയാൾ എന്തോ വലിയ തെറ്റ് ചെയ്തു എന്നുള്ള രീതിയിലുള്ള അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇതിനെ കണ്ടത് എന്താ പറയേണ്ടതെന്ന് അറിയോ? ഞാൻ അധികം ഒന്നും പറഞ്ഞില്ല, നീ ബാക്കി പറഞ്ഞാട്ടെ മോളെ. അയാള് പെട്ടെന്ന് ഇറങ്ങി നേരെ അങ്ങ് നടന്നു തുടങ്ങി. പിന്നെ ഞാൻ അയാൾ പുറകെ ഒന്നും പോയില്ല. 2 വീഡിയോ ഉണ്ടായിരുന്നു. അത് രണ്ടും കൂടെ ചെറിയ ഷോർട്ട് ആക്കിയിട്ട് എഡിറ്റ് ചെയ്തിട്ട് സൊസൈറ്റി ഇനി നിങ്ങൾ പറയൂന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാണ്ടായത്. എന്നിട്ട് സൊസൈറ്റി പറയേണ്ട കാര്യം പറഞ്ഞല്ലോ, പറഞ്ഞപ്പോ സമാധാനമായല്ലോ. നല്ല കാര്യം, ബാക്കി പറഞ്ഞാട്ടെ. എന്തായാലും പോലീസിലേക്ക് ആ ദൂരം കൊണ്ടുപോകാൻ ശ്രമിക്കുക അങ്ങനെയൊന്നും ഉണ്ടായില്ല അല്ലേ? ഞാൻ അത് കഴിഞ്ഞ ഉടനെ ബസ്സിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം വടകര പോലീസ് സ്റ്റേഷനിലുള്ള എനിക്ക് പരിചയമുള്ള പോലീസ് ഉണ്ട്, അവരെ വിളിച്ചു. ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ആളുടെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു ഡീറ്റെയിൽസ് എങ്ങനെ കിട്ടാനാ, ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യാൻ പോവാ. കാരണം വീഡിയോ ചെയ്യുന്ന സമയത്ത് അയാൾ അത് കണ്ടിട്ടുണ്ടായിരുന്നു. ബെസ്റ്റ് പേര് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചൊന്ന് ഇൻഫോം ചെയ്ത് അത്രേ ഉള്ളൂ. കാരണം ഈ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചില്ല എന്ന ആളുകൾ ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയണമല്ലോ. അങ്ങനെ ഒരു ഉത്തരം പറയാൻ വേണ്ടിയിട്ട് വെറുതെ ഒന്ന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് കാര്യം പറഞ്ഞു, ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പോവാൻ കേട്ടോ, നിങ്ങൾ വേണമെങ്കിൽ ആക്ഷൻ എടുത്തോളൂ എന്നുള്ള രീതി. ഇത്തരം സംഭവങ്ങൾ നടന്നു കഴിഞ്ഞാണെങ്കിൽ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് രജിസ്റ്റർ ചെയ്യാൻ അതിൻ്റെതായ ചില പ്രൊസീജിയേഴ്സ് ഉണ്ട് അല്ലേ. ആദ്യം പോലീസ് സ്റ്റേഷനിൽ നമ്മൾ ചെല്ലണം, എന്നിട്ട് അവിടെ പരാതി കയ്യാൽ എഴുതി കൊടുക്കണം, FIR രജിസ്റ്റർ ചെയ്യണം, അങ്ങനെ കുറെ കടമ്പകളുണ്ട്. അതൊന്നും ചെയ്യാതെ പുള്ളിക്കാരൻ എന്തൊക്കെ ജസ്റ്റ്
ഫോൺ എടുത്ത് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടോ, ഞാനത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ പോവാണ്, നിങ്ങൾ വേണമെങ്കിൽ ഓൾ അറസ്റ്റ് ചെയ്തോളിന്ന്. എങ്ങനെ ഇരിക്കുന്നു ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഓരോ തന്ത്രങ്ങളെ. ഇതാകുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചെന്നുമായി, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതിന് പറയാനൊരു കാരണവുമായി. എന്താ അവളെ ബുദ്ധി എന്നറിയോ? ബാക്കി പറഞ്ഞാട്ട് എന്തായാലും പറ്റില്ലല്ലോ. കുറച്ച് നേരമായിട്ട് ഞാൻ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഇത് നിങ്ങൾ വീഡിയോ ചിത്രീകരിച്ച ഈ ആരോപണം നേരിട്ട വ്യക്തി ആത്മഹത്യ ചെയ്തു, ജീവനൊടുക്കിയെന്നുള്ള വിവരമാണ് വരുന്നത്. സാഡ് ന്യൂസ് ആയിട്ട് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല പോലും. ഇവൾക്ക് ഇത് കേട്ടിട്ടും ഒരു കൂസലും ഇല്ല. ഇതിനൊക്കെ എന്താ പറയേണ്ടതെന്ന് അറിയോ? എന്തായാലും കൊള്ളാം, ഇവളെ പോലത്തെ ഒന്ന് മതി ഇവിടുത്തെ സ്ത്രീ സമൂഹം മൊത്തത്തിനെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇത് കഴിഞ്ഞ് ഇതിനിടയ്ക്ക് നടന്ന മറ്റൊരു സംഭവം ഉണ്ട് കേട്ടോ. ഇവൾ ഈ വ്യക്തിയെ കുറിച്ച് ഇങ്ങനെ ഒരു വീഡിയോ പിടിച്ച് സോഷ്യൽ മീഡിയയിൽ ഇട്ട സമയത്ത് ഇവൾക്ക് ഉണ്ടായ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് 9K ഫോളോവേഴ്സ് ആണ്. പക്ഷെ അത് കഴിഞ്ഞ് ഈ സംഭവം സോഷ്യൽ മീഡിയയിൽ വൻ വൈറൽ ആയതിനു ശേഷം ഇവൾക്ക് ഫോളോവേഴ്സ് നല്ലോണം അങ്ങ് കൂടി. ഇപ്പൊ നിലവിൽ 11.2K ഫോളോവേഴ്സ് ആയി. അതായത് ഒറ്റയടിക്ക് കൂടിയത് 2000 ഫോളോവേഴ്സ്. ഒരു പെൺകുട്ടി റീച്ചിന് വേണ്ടി ഇമാതിരി തെമ്മാടിത്തരം കാണിച്ചിട്ടും അവളെ കയറി ഫോളോ ചെയ്യുന്ന ആൾക്കാരുടെ മൈൻഡ് സെറ്റ് ആണ് ഞാൻ ആലോചിച്ചു പോകുന്നത്. ഇമാതിരി ബഡലകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. എന്തായാലും ഇവിടെ ഇപ്പൊ നിലവിൽ അക്കൗണ്ട് പ്രൈവറ്റ് ആക്കി കേട്ടോ, നല്ല കാര്യം. എന്തായാലും കൂടുതലൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.